നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റർ മൺഡേ ആണ്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ബോക്സിംഗ് ഡേ എന്ന് പറയും. അങ്ങനെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈസ്റ്ററിലെ ക്രിസ്മസും തുടങ്ങിയ ദിവസങ്ങളുടെ പിറ്റേ ദിവസം അന്ന് അടിച്ച് കിണ്ടാവൂല്ലോ, അതിൻ്റെ ഒരു റെസ്റ്റിംഗ് ഡേ ആണ്. അപ്പോൾ ആ ഒരു ഡേ ആണ്. പൊതുവേ വാർത്തകൾ കുറവുണ്ടാകേണ്ടതാണ്, പക്ഷെ ഇന്ന് ഒരുപാട് വാർത്തകളുണ്ട്. എനിക്ക് ഏറ്റവും ആദ്യം രാവിലെ എണീക്കപ്പോൾ തന്നെ കേൾക്കുന്നത് നാട്ടിലെ ലോക്കൽ വാർത്തകൾ. അതായത് നമ്മൾ വെറുതെ വാർത്തകൾ അറിയുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടും പറഞ്ഞു. എൻ്റെ വീടിൻ്റെ അടുത്ത് 2-2.5 കിലോമീറ്റർ അപ്പുറമാണ് ഇന്ന് ദുരന്തം ഉണ്ടായത്. ഞങ്ങളൊരു മലയോര ഗ്രാമം, ഇടകടത്തി എന്ന് പറയും. തൊട്ടപ്പുറത്താണ് കണമലയും മൂക്കമ്പട്ടിയും ഈ പറയുന്ന വട്ടപ്പാറയും തിലാപ്പള്ളിയും ഒക്കെ അതിനടുത്തുള്ള അറിയാതിന് ഒരുപാട് സ്ഥലങ്ങൾ. അവിടെ വട്ടപ്പാറയുണ്ട്. അവിടെയുണ്ട് വട്ടപ്പാറ. വട്ടപ്പാറ പിന്നെ എല്ലായിടത്തും ഉണ്ട്. എവിടെ ഉണ്ട്? ഇടുക്കിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ശബരിമലയ്ക്ക് പോകുന്ന വഴിയാണ്. അവിടെ നമ്മൾ കാടങ്ങോട്ട് തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ ഇവിടെയൊക്കെ മനുഷ്യർക്ക് എങ്ങനെ മനുഷ്യർ ജീവിക്കുന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ്. പക്ഷെ ഇന്ന് രാവിലെ ഇവർ തെരഞ്ഞെടുപ്പായ കാരണം അവർ രാവിലെ തന്നെ അപ്പം തന്നെ കളക്ടർ എത്തി. 1 മണിക്ക് സംഭവം ഉണ്ടായി, 5 മണിയാകുമ്പോഴത്തേക്ക് എത്തി, 6 മണിയാകുമ്പോഴത്തേക്കും തീരുമാനം ഉണ്ടായി. പക്ഷെ ഇപ്പോഴും സംഘർഷം തുടരുന്നു. ഞാനിന്ന് വിളിക്കുമ്പോൾ ആളുകൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്ന് വലിയ സംഘർഷം. ഉച്ചയ്ക്കൊക്കെ നമ്മുടെ അവിടെ നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജസ്റ്റിന്റെ വീടിന്റെ മുറ്റത്തൊക്കെ ആനയുണ്ട്. അവൻ പറഞ്ഞു അവൻ്റെ വീടിന്റെ മുറ്റത്തൊക്കെ എഴുന്നേൽക്കുമ്പോൾ ആനയെ കാണാൻ. അപ്പം ഈ ഒരു മലയോര പ്രദേശങ്ങളുടെ അവസ്ഥയാണ്. അതിൽ തുടങ്ങിയ വാർത്തയാണ്. പിന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഇന്ന് പിന്നെ അടുത്ത വാർത്ത എന്താണ് വന്നത്? കേജ്രിവാൾ തീഹാർ ജയിലിലേക്ക് പോവുകയാണ്. തീഹാർ ജയിലിലേക്ക് പിന്നെ സ്വാഭാവികം ഒരാൾ ജയിലിലേക്ക് വരുമ്പം തീഹാർ ജയിലിലേക്ക് പോകുന്നത്. പക്ഷേ ശശി തരൂറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് കേജ്രിവാളിൻ്റെ അറസ്റ്റാവും. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് BJPക്ക് മനസ്സിലാവാത്തത് മാത്രം അതാണ്. പിന്നെ വേറൊരു വാർത്ത കേട്ടത്, പലപ്പോഴും മറുനാടൻ്റെ പ്രസക്തി ജനം അറിയേണ്ട ഒരു വിഷയമാണ്. അതായത് ഇന്നിപ്പോൾ പൊടുന്നനെ എല്ലാ ചാനലുകളും എഴുതി കാണിച്ചു, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് CPM-ന് കരുവന്നൂർ ബാങ്കിൽ 5 രഹസ്യ അക്കൗണ്ട് ഉണ്ടായെന്ന് റിപ്പോർട്ട് ചെയ്തൊന്ന് ശ്രദ്ധിച്ചില്ല. 5 രഹസ്യ. ഇത് മാത്രമല്ല, തൃശ്ശൂരിലെ വിവിധ ഏരിയ കമ്മിറ്റികൾക്കായി 25 രഹസ്യ അക്കൗണ്ടുകൾ തൃശ്ശൂരിൽ മാത്രം. അപ്പോൾ എന്താണ് ഗൗരവം? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ രഹസ്യ അക്കൗണ്ടുകൾ CPM-ന് കാണും. അവിടെയല്ല എൻ്റെ പ്രാധാന്യം. ഇത് ഏതാണ്ട് 2-2.5 ആഴ്ച മുമ്പ് നമ്മൾ കൊടുത്തതാണ്. അതിന് മുമ്പ് നമ്മൾ നേരത്തെ കൊടുത്തതാണ്. പലപ്പോഴും ഇപ്പം ഡൽഹിയിലെ കേരള ഹൗസിൽ പിണറായി ഒരു വത്സല ശിഷ്യനെ IAS-കാരൻ്റെ റാങ്കിലേക്ക് ഉയർത്തി പ്രൊമോഷൻ കൊടുക്കാൻ പോയത് മാസങ്ങൾക്ക് ശേഷമാണ് മറ്റു പത്രങ്ങൾ ഈ ഓർഡർ വന്നപ്പോഴാണ്. ഇത് ഇന്നെപ്പോഴാണ് വാർത്ത വന്നത്? എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഈ വാർത്ത മാധ്യമങ്ങൾ. പക്ഷേ പലപ്പോഴും ഇതുകൊണ്ടാവാം ഇവരെല്ലാം മറുനാടനെ ഇത്രയേറെ ഭയക്കുന്നതും. കാരണം ഓൺലൈൻ പോർട്ടലും ചാനലുകൾക്ക് ഒരുപാടുണ്ട്. അവർക്കുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതിൻ്റെ കാരണം എന്താണ്? പലരും ചോദിക്കാറുണ്ട്. ഒന്ന്, നമ്മൾ അഴിമതി നടത്തത്തില്ല, സത്യമേ പറയൂ, സത്യമേ ചെയ്യുന്നു. ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കറിയാം, സിവിൽ സർവീസുകാർക്കറിയാം, ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ആളുകൾ നമുക്ക് വാർത്ത തരും. ഈ സോഴ്സ് നമ്മൾ സംരക്ഷിക്കും. ഇതറിയാവുന്നതുകൊണ്ടാണ് ഇവന്മാരെ മറുനാടന് വിശ്വാസ്യതയില്ല, ഇതാന്നൊക്കെ പറയുന്നത്. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യത മറുനാടനാണെന്ന് അറിയാവുന്നതുകൊണ്ട്. അതെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ സംഭവിക്കുക, അല്ലേ? അതുകൊണ്ട് പക്ഷേ ഇത്തരം വാർത്തകൾ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എനിക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് ഇത്തരം വാർത്തകൾ തരുന്നത്. പല വിഷയങ്ങൾ. ഞാൻ പറഞ്ഞ കള്ളിയത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റീല് മോലാലകത്തായിരുന്നു, ഹുമയോൺ. ആരും പറഞ്ഞില്ല, നമ്മളെ കൊടുത്തത്. എത്രയോ വാർത്തകൾ. ഈ ഭയമാണ് ഇവർ നമ്മളെ പൂട്ടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി. എന്നിട്ട് നമ്മൾ പൂട്ടാതെ ഈ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് നമ്മുടെ ഒരു അഭിമാനം. സത്യത്തിന്റെ അതാണ് സത്യത്തിന്റെ വില. അതവിടെ നിൽക്കട്ടെ. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് എനിക്ക് തോന്നിയത് തീർച്ചയായും സുപ്രീം കോടതി കേരളത്തിൻ്റെ ഈ കടാശ്വാസ പരിശ്രമത്തിന് വലിച്ച് എറിഞ്ഞതാണ്. ശ്രദ്ധിച്ചു കാണും. വലിച്ച് കയറി തന്നെ പറയാം. ശ്രദ്ധിച്ചു കാണും. ഭരണഘടനാ ബെഞ്ചിനെ വിട്ടു. ഭരണഘടന വിടുക മാത്രമല്ല ചെയ്തത്, ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ ഞങ്ങൾക്ക് കുറേ കാശ് വേണമെന്ന് പറഞ്ഞത് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അതിനകത്ത് ഗൗരവമേറിയ ഒരു കാര്യം കൂടി ഉണ്ടായി. ഇവർ പറഞ്ഞിട്ട് 13,608 കോടി രൂപ ഈ കാശ് എന്ത് പറഞ്ഞാന്ന് ചോദിച്ചത്? പെൻഷൻ കൊടുക്കാനും ഞങ്ങൾക്ക് ബാധ്യത കൊടുത്തോളാൻ പറഞ്ഞു. പക്ഷെ ആ കാശ് ഇത്തവണ എടുക്കാനാണ് സാധ്യത, കുറയ്ക്കാനാണ് സാധ്യത. കുറയ്ക്കാമെന്ന് പറഞ്ഞല്ലോ കോടതി പറഞ്ഞ, അങ്ങനെയാണല്ലോ കുറയ്ക്കാം. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇവർ സുപ്രീം കോടതിയിൽ പോയി പണി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്. നമ്മളിതിന് ഗൗരവം കാണേണ്ടത്, ഇപ്പം കേരളത്തിനുള്ള ഈ വർഷം എത്ര രൂപ കടം എടുക്കാമെന്നുള്ള കാര്യത്തിനെ കുറിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. ഏറിയാൽ 40,000 കോടി രൂപ. ഈ 40,000 കോടി രൂപയിൽ പലതും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു. ഉദാഹരണത്തിന് 4,868 കോടി
ഈ കഴിഞ്ഞ തവണ കൊടുത്തത് ഈ വൈദ്യുതി മേഖലയിൽ പരിഷ്കാരം വരുത്തുന്നതിനാണ്. വൈദ്യുതി മേഖലയിൽ പരിഷ്കാരം വരുത്തിയില്ലെങ്കിൽ ഈ 4,868 കോടി രൂപ തിരിച്ചു പോകും. ഈ പരിഷ്കാരം എന്തിനാണ്? ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ കടപരിധിക്ക് അപ്പുറത്തേക്ക് കടം കൊടുക്കുമ്പോൾ അതിന് ചില നിബന്ധനകൾ വയ്ക്കും. അതെ, ആ നിബന്ധനകൾ വെക്കുന്നത് ചില കാര്യങ്ങൾ നടപ്പിലാക്കാനാണ്. ഉദാഹരണത്തിന് വൈദ്യുതി മേഖലയിൽ പരിഷ്കാരം എന്ന് പറയുന്നത് ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രസരണ നഷ്ടം ഏറ്റവും വലിയ പ്രശ്നം പ്രസരണ നഷ്ടമാണ്. പ്രസരണ നഷ്ടം കുറയ്ക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കണം. ഈ സ്മാർട്ട് മീറ്ററുകൾ സംഘടിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇവർ തയ്യാറല്ല. ഇപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി മേഖലയിൽ നിന്ന് കുറച്ചാൽ മാത്രമേ ഇത് ലാഭകരത്തിലാക്കാൻ പറ്റൂ. അപ്പം ഡൽഹി സർക്കാർ പാവപ്പെട്ടവർക്ക് സൗജന്യം, അവർ അത് 300 യൂണിറ്റ് വരെ എങ്ങാണ്ട് സൗജന്യമാണ്. അവർ അധികാരത്തിലെത്തിയാൽ എല്ലായിടങ്ങളിലും സൗജന്യം കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു വൈദ്യുതിയുടെ സംവിധാനം. അപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ അവരേറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ തൊഴിൽ കാര്യക്ഷമമാക്കും. അതായത് ആൾ കുറയ്ക്കും, ഉള്ളവരെ മാത്രം ജോലിക്ക് വെക്കും. മുംബൈയിൽ എനിക്ക് തോന്നുന്നത് ടാറ്റയ്ക്കാണെന്ന് തോന്നുന്നു. മുംബൈയിലും രാജ്യത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ അവർക്ക് ലാഭം ഉണ്ടാക്കണം. അപ്പോൾ അവർ നമ്മുടെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത മിതി ഏതാണ്ട് 2 രൂപ ഒരു യൂണിറ്റിന്, ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 2 രൂപ നമ്മുടെ ശമ്പള ചെലവാണ്. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ചെലവ് എന്ന് പറഞ്ഞാൽ 2 രൂപയാണ്. ഇതൊരു 25 പൈസയോ 30 പൈസയോ ആയിട്ട് കുറഞ്ഞാൽ മാത്രമേ ഇത് ലാഭം ഉണ്ടാകാൻ പറ്റൂ. അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ കുറേ തസ്തികയുണ്ട്. ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇവിടുന്ന് പ്രൊമോഷൻ കിട്ടി വരുന്നതാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ നമ്മളന്ന് കൊടുത്തില്ലേ? അല്ല, അതായത് അങ്ങനെയല്ല. ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ കേഡർ തസ്തികയുണ്ട്. ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ കയറി കഴിഞ്ഞാൽ സബ് എഞ്ചിനീയർ കേഡർ തസ്തികയുണ്ട്. ഈ സബ് എഞ്ചിനീയർ കയറി കഴിഞ്ഞാൽ ഇവർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെ ആകാം. അപ്പം അവിടെ അത്രയും വേക്കൻസി ഉണ്ടോ എന്നുള്ളതല്ല, അവിടെ ഇവർ പ്രൊമോഷൻ ആളുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിർത്തിപ്പോകുന്നു. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഈ മീറ്റർ റീഡിങ് ഓൺലൈൻ ആക്കുക, അല്ലെങ്കിൽ ആളുകൾ പേയ്മെൻറ്റ് മീറ്റർ റീഡിങ് തന്നെ വേണ്ട, നമുക്ക് സ്മാർട്ട് മീറ്റർ ആയി കഴിഞ്ഞാൽ മീറ്റർ റീഡിങ് വേണ്ട. ഇപ്പോഴും പേയ്മെൻറ്റും അങ്ങനെയാണല്ലോ. പേയ്മെൻറ്റ് ആക്കി കഴിയുമ്പോൾ കാഷ്യറുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവർക്ക് കാഷ്യറുണ്ട്. ആ കാഷ്യറുടെ ഓഫീസുണ്ട്. ഈ ഓഫീസിലൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പദ്ധതി, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം ഒരു ഇടുക്കി ജലവൈദ്യുതി പദ്ധതി, അല്ലെങ്കിൽ കല്ലട ജലവൈദ്യുതി പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് പണി പൂർത്തിയായതാണ്. എത്ര വർഷമായി കല്ലട പദ്ധതി തുടങ്ങി? ഓഫീസ് അവിടെ ഉണ്ട്. ഈ പദ്ധതി നടക്കാൻ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ഓഫീസ് അവിടെ പ്രവർത്തിക്കും. ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കുറേ എഞ്ചിനീയർമാരുണ്ട്. അപ്പം ഈ തസ്തികകൾ ഇവർ നിലനിർത്തി ഈ പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കും. മുകളിൽ താഴെ വർക്കർ എന്ന് പറയുന്ന തസ്തിക, ഈ കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ ഇരട്ടച്ചങ്കനാണെന്നൊക്കെ പറയുമ്പോഴും ജനങ്ങൾ മറന്നുപോകുന്ന കാര്യം, KSEBയെ ഇത്രയും വലിയ പാതാള കുഴിയിലേക്ക് തള്ളിവിട്ടൊരു വൃത്തികെട്ട മനുഷ്യനാണ് അയാൾ. ഇയാൾ മന്ത്രിയായിരുന്നപ്പോഴാണ് KSEB നാശത്തിൽ വന്നത്. അത് മറ്റേ ലാവലിൽ കരാർ പോട്ടെ, അത് പിന്നെ അഴിമതി അങ്ങേരുടെ കൂടപ്പുറപ്പ് അത് പോട്ടെ. അങ്ങേര് നിയമം കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ KSEBയിൽ വർക്കറായി ജോലിക്ക് കയറണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാകരുത് നിയമം കൊണ്ടുവന്നു. നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ വിഷയം. ആലോചിക്കുക, ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായ ആളാണെങ്കിൽ എനിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പം ഈ KSEB തന്നെ ജോലി ചെയ്യുന്നവരുടെ ഏതെങ്കിലും ചില ബന്ധുക്കൾ ബോധപൂർവ്വം 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാതിരിക്കും ഈ പണി കയറാൻ. അപ്പം എഴുതാതിരിക്കും. ഇവനെ കയറാൻ പറ്റും. ഇവൻ പിന്നീട് അവൻ ഓവർസിയർ ആവും, സബ് എഞ്ചിനീയർ ആവും. ആ സബ് എഞ്ചിനീയർ ഓവർസിയർ ആകുമ്പോഴത്തേക്ക് 1 ലക്ഷത്തിലധികം ശമ്പളമായി. സബ് എഞ്ചിനീയർ 1.5 ലക്ഷത്തോളം ശമ്പളമാവും. ഒരു ഓവർസിയർ റിട്ടയർ ആകുമ്പം ഞാൻ പേ സ്ലിപ്പ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ സാധനം, അതുകൊണ്ട് ഈ ഇതൊക്കെ മാറാതെ ഇവർ കാശ് കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കൃത്യമായ പദ്ധതിക്ക് കൊടുക്കുന്ന കാശ് അങ്ങനെ കിട്ടും. ഫസ്റ്റ് തിങ്. അപ്പം ഈ വലിയ സർക്കാർ ഈ സുപ്രീം കോടതിയിൽ പോയി നിയമയുദ്ധം നടത്തിയത് കൊണ്ട് സർക്കാരിന് ഒരു ദയയും കാണിക്കേണ്ട കാര്യമില്ല, കേന്ദ്ര സർക്കാരിന് ഇല്ല. ഇതുകൊണ്ടുള്ള ഗുണം ആർക്കെന്നറിയാമോ? ഒറ്റ ആളിനേ ഉള്ളൂ, കപിൽ സിബലിന്. 10 കോടി രൂപ കൊണ്ട് മേടിച്ചത്. എത്ര കോടിയാണെന്ന്! ഓരോ തവണയും 2.5 കോടി 3 കോടി വെച്ചാണെന്ന് ആലോചിച്ചു. ഇതിന്റെ ഏക ഗുണഭോക്താവെന്ന് പറയുന്നത് കപിൽ സിബലാണ്. കപിൽ സിബൽ രാഷ്ട്രീയമൊക്കെ നിർത്തി ചുമ്മാ അല്ല, ഇതാ നല്ലത്. അതായത് എത്ര തവണ ഓരോ തവണ ഹാജരാകുമ്പോഴും കൊടുക്കേണ്ട ഇത്രയും തുക. ഒരു ചോദ്യം ആരും ചോദിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ സുപ്രീം കോടതിയിൽ നമ്മുടെ കോൺസുലറെ വെച്ചിരിക്കുന്നത്, ഹൈക്കോടതി വെച്ചിരിക്കുന്നത്? എല്ലായിടത്തും ഇതാണല്ലോ അവസ്ഥ. എല്ലാ കേസും നടത്തുന്നത് ഇവരാണ്. എനിക്കെതിരെ അതിപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, എനിക്കെതിരെ ഒരു കേസെടുത്തിട്ട് അത് വാദിക്കാനുള്ള കഴിവ് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡൽഹി സുപ്രീം കോടതിയിലെ കൗൺസിലർക്ക് ഇല്ലാത്തത്. എന്താണ് അതിൻ്റെ പേര്? സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇല്ലാത്തത് കൊണ്ട്
രഞ്ജിത് കുമാറിനെ കൊണ്ടുവന്നു എനിക്കെതിരെ വാദിക്കാൻ വേണ്ടിയിട്ട്. ആലോചിച്ച് നോക്കി. അതായത് പിന്നെ എന്തിനാണ് ഈ നമ്മുടെ ഖജനാവിലെ കാശ് കൊടുത്ത് ഇവരെ കൊച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇവിടെ ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലൊക്കെ തന്നെ ഈ പ്ലീഡർമാർക്ക് എന്ത് വലിയ ശമ്പളമാണുള്ളത്. അല്ല, ഇത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ ഇവർ 13,608 കോടി മേടിച്ചോണ്ട് പോയി. എന്നിട്ടും പട്ടിണിയാണ്. അതെ, എന്നിട്ടും ശമ്പളം മുടങ്ങി. കഴിഞ്ഞ മാസം ശമ്പളം മുടങ്ങി. ഇനി ഈ സാമ്പത്തിക വർഷം സുപ്രീം കോടതി പറ്റത്തില്ല, ഇനി ഒരു ഇടക്കാലാശ്വാസവും ഇല്ല, ഞങ്ങളൊന്നും തരത്തില്ല, കഴിഞ്ഞ തവണ ഞങ്ങൾ പറഞ്ഞിട്ട് തന്ന കാശ് തിരിച്ചു ആദ്യം നിരസിച്ചതാണ് ഈ പൈസ. അതെ, പിന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് ഈ പൈസ സ്വീകരിച്ചത്. 13,608 കോടി എടുക്കുന്നത്. അതെ, ആ കാശ് ഈ വർഷത്തിൽ നിന്ന് പിടിക്കും, റെഡ്യൂസ് ചെയ്യും, ഉറപ്പാണല്ലോ. അതിനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാർ. എനിക്ക് തോന്നുന്നു 32,000 13,000 കോടി എങ്ങാണ്ട് ആകെ കിട്ടാനുള്ളൂ. അതിൽ നിന്ന് 13,608 കോടി പോകും. എന്ന് മാത്രമല്ല, ഈ ഒന്നാം മാസം ഈ റിസർവ് ബാങ്ക് പൊതുവിപണിയിൽ നിന്ന് കാശ് റിസർവ് ബാങ്ക് ലേലം ചെയ്യുമ്പോഴാണ് എടുക്കുന്നത്. റിസർവ് ബാങ്ക് ലേലം ചെയ്യുമ്പോൾ ഈ കാശ് എടുക്കാനായിട്ടുള്ള ഈ ഒരു ഏപ്രിൽ മാസം മുഴുവോളം ആവും. അപ്പം ഇന്നിപ്പോൾ ഇലക്ഷൻ്റെ തിരക്ക് കാരണം ആരും അധികം പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് പലയിടത്ത് ശമ്പളം മുടങ്ങിയിട്ട് ഇന്ന് തന്നെ ട്രഷറിയിൽ ഡിപ്പോസിറ്റ് ഉള്ള ഒരാൾ സങ്കടത്തോടെ വിളിച്ചു. അയാൾ പറഞ്ഞു അയാൾ ട്രഷറിയിൽ പോയി പലിശ കിട്ടേണ്ടതാണ്, ഡെപ്പോസിറ്റ് ഉണ്ട്, പലിശ കിട്ടിയില്ല. അപ്പോൾ പിന്നെ അയാളുടെ ഡെപ്പോസിറ്റ് പിൻവലിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ദിസ് ഫെസിലിറ്റി ഈസ് നോട്ട് അവൈലബിൾ എന്ന് എഴുതി കാണിക്കുന്നു. അവിടെ സാധനം കട്ട് ചെയ്തു, കാശില്ല. ഈ പറയുന്ന നാട്ടുകാരുടെ ഡെപ്പോസിറ്റ് ഒക്കെ വെച്ചിട്ട് വേണം ഇവർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും. അതായത് നാളെയോടുകൂടി ചർച്ചയാവുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണത്തേക്കാൾ കഴിഞ്ഞ മാസത്തേക്കാളും ഗുരുതരാവസ്ഥയിലാണ് ഈ മാസത്തെ ഖജനാവിൻ്റെ അവസ്ഥ. ഓവർ ഡ്രാഫ്റ്റോടെയാണ് ആരംഭിച്ചിരിക്കുന്നത്. അതെ, അത് ഈയിടയ്ക്ക് ആരോ പറയായിരുന്നു സാധാരണ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നത് വാർത്തയല്ല, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ സർക്കാർ ജീവനക്കാർ ശമ്പളം കിട്ടുന്നത് ബ്രേക്കിംഗ് ന്യൂസാണ്. ആകെപ്പാടെ ആശ്വാസം, ആകെപ്പാടെ സന്തോഷം KSRTC ജീവനക്കാർക്ക് മാത്രമാണ്. എന്നാൽ അവരെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരെല്ലാവരും, ബാക്കിയുള്ളവർ. ഇപ്പം ഞാൻ KSRTC കഴിഞ്ഞ ദിവസം കണ്ടപ്പം ഞാനൊന്ന് ചിരിച്ചു, അവർ എന്നെ ഒന്ന് ചിരിച്ചു. ഞാൻ ചോദിച്ചിട്ട് എങ്കിലും രക്ഷപ്പെട്ടു എന്താ, അമ്മമാർക്കും ഇല്ലല്ലോ, നമുക്കും ഇല്ല, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊരു തോന്നൽ മാറി. ഇതൊരു സൂചനയാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ഡെയ്സി ജേക്കബ് എന്ന് പറഞ്ഞ പണ്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്ത എനിക്കറിയാവുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പം ചേച്ചി എന്നെ ടെലിഫോണിൽ വിളിച്ചു രാവിലെ. ചേച്ചിയോട് പറഞ്ഞു, ഷാജൻ വലിയ പ്രശ്നമാണ്, പെൻഷൻ കഴിഞ്ഞ മാസത്തേയും കിട്ടിയില്ല, ഈ മാസം കിട്ടിയില്ലെന്ന് പറഞ്ഞു. 2 മാസം കിട്ടിയില്ല. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആപ്പടെ 300 പേരെങ്ങാണ്ടേ പെൻഷൻ കാർഡുള്ളൂ. അതെ, കഴിഞ്ഞ മാസം അവർക്ക് കിട്ടിയില്ല. പക്ഷെ അതിങ്ങനെ 5-ാം തീയതി 1-ാം തീയതി എന്നുള്ള 5 അങ്ങനെ 5-8 മാസമായിട്ട് സാംസ്കാരിക വകുപ്പിൽ നിന്നായിരിക്കാം ഇവർക്ക് പോകുന്നത്. സർക്കാർ ജോലിക്കാരാണ്. അതെ, ഇവരെല്ലാം സർക്കാർ ജോലിക്കാരാണ്. ഇവരെന്ത് കാരണത്താലാണേലും. അപ്പം ആ കാശ് ഈ മാസം കിട്ടിയിട്ടില്ല. ഈ ഡെയ്സി ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യം, ചേച്ചിയുടെ അനിയത്തിയെ ചേച്ചിയാണ് നോക്കുന്നത്. ഞാനതൊരു ഇന്നത്തെ മറന്നാർമല വീഡിയോ സൂചിപ്പിച്ചു. അനിയത്തി ഭിന്നശേഷിക്കാരിയാണ്. അപ്പം ഭിന്നശേഷിക്കാരിയായ അനിയത്തിക്കുള്ള പൈസ ഇല്ല, കൊടുക്കുന്നില്ല. എന്താ കാര്യം? വരുമാന സർട്ടിഫിക്കറ്റ് വേണം. അവർക്ക് ഇവിടെ വരുമാനം, അവർ ഈ ഡെയ്സി ചേച്ചിയുടെ സംരക്ഷണയിലാണ് കഴിയുന്നത്. അപ്പം ഡെയ്സി ചേച്ചിയാണ് അവരുടെ രക്ഷകർത്താവ്, വരുമാനം കാണിക്കാൻ. അനിയത്തി നോക്കിയത് കൊണ്ടാണ്. അനിയത്തി നോക്കാതിരിക്കുകയാണെങ്കിൽ സർക്കാർ നോക്കണം, സർക്കാർ സംരക്ഷിക്കണം. ഇവർ അനിയത്തെ നോക്കാൻ തീരുമാനിച്ചു. അപ്പം അവർക്കുള്ള ശിക്ഷ, അവർക്ക് പെൻഷനുള്ള കാരണം നിങ്ങളുടെ പെൻഷനിൽ നിന്ന് അനിയത്തെ നോക്കിക്കോണം. ഞാൻ പറഞ്ഞത് എങ്ങനെയെല്ലാം ആളുകൾ പിടിച്ചു പറിക്കാവോ അങ്ങനെയെല്ലാം പിടിച്ചു പറിക്കുക. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ പിടിച്ചുപറിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇവരുടെ കാശില്ല. ഞാൻ വെള്ളക്കരത്തിൻ്റെയും വൈദ്യുതി വെള്ളത്തിൻ്റെ ഒക്കെ പോട്ടെ, സമസ്ത മേഖലകളും പിടിച്ചു. ഇപ്പം സെസ്, നമ്മുടെ ആ ഡ്രൈവർ പയ്യനില്ലേ അഖില്, അവൻ്റെ വീട്ടിൽ അവൻ്റെ അപ്പൻ ഒരു ഗൾഫിൽ ഒരു ചെറിയ ജോലിയാണ് ചെയ്യുന്നത്. ഇവൻ്റെ ഒരു ചെറുക്കനേ ഉള്ളൂ, പെങ്ങളെ കെട്ടിച്ചും വിട്ടു, ചെറിയൊരു വീട് പണിതു. ഇപ്പോൾ എത്ര 20,000 രൂപ കണ്ട് സസ്സടിച്ചോടിച്ചിരിക്കുക. അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുവാണ്. അതും അടയ്ക്കണമെങ്കിൽ ചടങ്ങോ, അവിടെ കോട്ടയത്ത് ചെല്ലണം, ട്രഷറി പോയി അടയ്ക്കണം, അത് ചെല്ലാൻ അടയ്ക്കണം. അത് നേരിട്ട് ഓൺലൈൻ വഴി അടയ്ക്കാൻ പറ്റും. നമ്മളിനി അവധി കൊടുക്കണം 2 ദിവസം. ഏതായാലും ഈ കിഫ്ബിയുടെ ഒക്കെ പേരിൽ ഇത്രയും പിണറായി നമ്മുടെ നാട്ടുകാരെ എല്ലാവരെയും വലച്ച ഒരാൾ ഇപ്പോൾ വോട്ട് വെച്ചോണ്ടിരിക്കുകയാണ് പത്തനംതിട്ടയിൽ. എന്തെല്ലാം ഇതിന്റെ എല്ലാ അടിസ്ഥാന കാരണക്കാരും ഇവിടെ ഉണ്ട്. ഈ കേരളത്തെ ഇത്രയും മുടിപ്പിച്ച മനുഷ്യനാ തോമസ് ഐസക്. കപട തത്വശാസ്ത്രം, അയാളുടെ ചിരിയും. എനിക്ക് സത്യം പറഞ്ഞാൽ പിണറായി വിജയനോട് ഇയാൾ ഇങ്ങനെ ആക്കി കൊടുത്തതിലുള്ള ഒരു നിരാശയിൽ നിന്ന്, അതായത് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കേരളത്തെ തച്ചുടച്ചതും തകർത്തതും തോമസ് ഐസക്കാണ്. അയാൾ കൈക്കൂലി വാങ്ങിയിട്ടൊന്നും കാണത്തില്ല. ഇല്ല, അയാൾ അഴിമതിക്കാരനാണെന്ന് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല, ദൂർത്താണെന്നോ സ്വജനപക്ഷപാതം. പക്ഷേ ഈ കേരളത്തെ നശിപ്പിച്ചത്, അതായത് ഇയാളുടെ കപട സാമ്പത്തിക ശാസ്ത്രം, ഇയാളാണ് വാസ്തവത്തിൽ. അത് കേരളത്തിൽ വരുമാനമില്ല. നമ്മൾ എപ്പോഴും കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. കേരളത്തിന് സാമ്പത്തിക ശേഷിയില്ല. സാമ്പത്തിക ശേഷി ഉണ്ടാണെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടാവണം.
സ്ഥാപനങ്ങളിൽ കടലാസിൽ മാത്രമേ ഉള്ളൂ. ബാക്കി വരാൻ കൂട്ടിപ്പോയതാണ് ബാക്കി ഭൂരിപക്ഷം കടലാസിലാണ്. അതെ. ഇവർ പറഞ്ഞ് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആ വണിക വൈശ്യ സമ്മേളനത്തിൽ പോയപ്പോൾ നമ്മുടെ കടകംപള്ളിയായിട്ട് സംസാരിച്ചു, നല്ല സ്നേഹത്തിലാണ് സംസാരിച്ചു. പക്ഷെ അവിടുന്ന് പ്രസംഗിച്ചത് മുഴുവൻ 1,80,000 സംരംഭങ്ങൾ തുടങ്ങിയതൊക്കെയാണ്. ഞാൻ ചിരിച്ചു ഉള്ളിൽ. ഞാൻ പിന്നെ വെറുതെ നമ്മളവർ പൊതുവേദിയിൽ വെച്ച് പറയേണ്ടത് മിനിറ്റ് കളഞ്ഞു. ഈ 1,80,000 തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ പണ്ടേ പറഞ്ഞില്ല. അതായത് ഒരു സംരംഭം ഉണ്ടാക്കിയിട്ടില്ല, ഉള്ള സംരംഭങ്ങളെ തച്ചുടയ്ക്കും. ഇവിടെ നുണ മാത്രം പറയും. ഈ നുണ പറയുന്ന ഇവിടെ കഴിഞ്ഞ ദിവസം അയാളുടെ പ്രസംഗമാണ് ഐസക്കിൻ്റെ. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലക്ഷക്കണക്കിന് ആൾ പറയുന്നത് കേട്ടോ, അന്താരാഷ്ട്ര വിപണിയിൽ കോടിക്കണക്കിന് തൊഴിലുണ്ട്, നമുക്ക് കുറേ പോയി എടുത്തുകൊണ്ട് വരാം. ഇയാൾ പറയാം നമുക്ക് കുറച്ച് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം, പത്തനംതിട്ടക്കാർക്ക് അവിടെ പോയി കുറച്ച് തൊഴിൽ. ഇവരെല്ലാം കൂടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മറ്റേ മണിയടിച്ച സംഭവം ഉണ്ടായിരുന്നു. അതെ അതെ, അതുകൊണ്ട് വല്ലതും കിട്ടിയോ? 2,100 കോടി രൂപ കടമെടുത്തു. അതിപ്പം 4 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചു. അത് തിരിച്ചടച്ചത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കേസുണ്ടായപ്പോൾ തിരിച്ചടച്ചത് ഏതാണ്ട് 6,000 കോടിയാണ്. തീരുന്നില്ല. ഇതിന് എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസം ആരും ചർച്ച ചെയ്യുന്നില്ല. അനുനിമിഷം മോദിയുടെ കുറ്റമാണ് പറയുന്നത് ആയിക്കോട്ടെ, അനുനിമിഷം എക്സ്ചേഞ്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് 10 വർഷം മുമ്പ് മറുനാടൻ മലയാള തുടങ്ങുമ്പോൾ, അല്ല 15 കൊല്ലം മുമ്പ് മറുനാടൻ മലയാള തുടങ്ങുമ്പോൾ ഏതാണ്ട് 35 രൂപ 36 രൂപയാണ് $1. ഇന്നത് 85 86 ആയി. അപ്പം നിങ്ങൾ ആ ഡോളറിലാണ് എടുക്കുന്നത്. ആ ഡോളറിന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന പലിശ അത് തിരിച്ചു കൊടുക്കണം. പ്ലസ് തിരിച്ചടയ്ക്കുമ്പോൾ എത്ര എക്സ്ചേഞ്ച് റേറ്റ് വന്നിട്ടുണ്ടോ, അപ്പോൾ അതായത് നമ്മൾ പൈസയിൽ തിരിച്ചടയ്ക്കുന്നത്, രൂപയിൽ തിരിച്ചടയ്ക്കുന്നത്. അതെ. അപ്പോൾ നമ്മൾ അന്ന് മേടിച്ചത് 1000 കോടിയാണെങ്കിൽ ഈ 1000 കോടി അതിൻ്റെ പലിശ പ്ലസ് എക്സ്ചേഞ്ച് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ് ആ എക്സ്ചേഞ്ച് റേറ്റ് ഇരട്ടിയായല്ലോ. അപ്പോൾ തന്നെ വാങ്ങിയതിനേക്കാൾ കൂടുതൽ പണം ഈ എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻസ് കൊടുക്കണം. 1000 കോടി വാങ്ങിയപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ, നമ്മൾ ഒരു 1000 കോടി മേടിക്കുന്നു. അപ്പോൾ 1000 കോടി മേടിക്കുവാണെങ്കിൽ 1000 കോടി ഡോളർ മേടിക്കുന്ന കരുതുക. 1000 കോടി ഡോളർ മേടിച്ചാൽ അത് അന്ന് 30,000 കോടി രൂപയാണ്, 35,000 കോടി രൂപയാണ് എന്നിരിക്കട്ടെ. ഈ 10 കൊല്ലം കഴിഞ്ഞ് അത് തിരിച്ചു കൊടുക്കുമ്പോൾ ഈ 35,000 കോടിയുടെ പലിശ അത് ഏകദേശം ഇരട്ടിയാവും. അതെ. പ്ലസ് ഈ 30,000 കോടി എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻസ് ഇപ്പം 85,000 ആണ്. അപ്പോൾ ഏതാണ്ട് 50,000 കോടി രൂപ അഡീഷണൽ കണ്ടെത്തണം. അപ്പം നമ്മൾ ഈ 35,000 കോടിയുടെ പലിശ അടക്കം 70,000 കോടി പ്ലസ് അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് വ്യത്യാസം 50,000 1,4 ലക്ഷം കോടി അടയ്ക്കണം. 35,000 കോടി എടുത്താൽ 1,4 ലക്ഷം കോടി. ഇതാരും ചർച്ചയാവുന്നേയില്ല. അപ്പോൾ ഇത്രയും ഇവർ വിചാരിക്കുന്നതിന് 30 കൊല്ലത്തേക്കും ഒക്കെയാണ് ഇവരെടുക്കുന്നത്. ഇവരിതിനിടയ്ക്ക് ഒരു വിദഗ്ധ കൊണ്ടുവന്നിരുന്നില്ല, ഗീതാ ഗോപിനാഥ്, അന്താരാഷ്ട്ര അവർ ഓടി രക്ഷപ്പെട്ടാണെന്ന് തോന്നുന്നു. അവർക്ക് മനസ്സിലായിക്കാണ് അവർക്ക് ഇവിടെ വന്നപ്പോൾ ഇതാണ് അവസ്ഥ, അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇത് മുഴുവൻ കടം. ഇപ്പം തോമസ് ഐസക് ചെയ്ത ഒരേ ഒരു പണി എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാപരമായ ഈ സീലിങ്ങിനെ മറികടന്നുകൊണ്ട് എങ്ങനെ കടമെടുക്കാം എന്ന് ഗവേഷണം നടത്തി. അങ്ങനെയാണ് അയാൾ കിഫ്ബി കണ്ടുപിടിക്കുന്നത്. ഈ കിഫ്ബി എന്ന് പറഞ്ഞ അയാൾ ആദ്യം അച്യുതാനന്ദ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങി വെച്ചതാണ്. പക്ഷേ അച്യുതാനന്ദന് അതങ്ങോട്ട് മുമ്പോട്ട് കൊണ്ട് സമ്മതിച്ചില്ല. പിന്നീട് ഉമ്മൻചാണ്ടി വന്നിട്ടും അനങ്ങിയില്ല. ഇത് കഴിഞ്ഞിട്ട് പിണറായി വന്നപ്പോൾ ഇയാൾ തടിപൊട്ടിയെടുത്തിട്ട് ഈ കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപ വെച്ച് ആർക്കും പിടികിട്ടത്തില്ലാത്തൊരു കാര്യം. പിണറായിക്ക് മനസ്സിലാവാത്ത എന്തോന്ന് കിഫ്ബി എന്തോ അയക്കറിയത്തില്ല, അതിലേക്ക് ഇട്ടു. എന്നിട്ട് ഇയാളെ പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി. അതിൻ്റെ പെൻഷൻ കൊടുക്കും. എന്ത് വരുമാനം? ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് ബോഡി കോർപ്പറേറ്റ് എന്ന് പറയും. അതുകൊണ്ട് കടപരിധിയിൽപ്പെടില്ല. ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? നമുക്ക് ലാഭം ഉണ്ടാവും, വരുമാനം ഉണ്ടാവണം. കിഫ്ബിക്ക് എന്ത് വരുമാനമാണുള്ളത്? പെൻഷൻ കമ്പനിക്ക് എന്ത് വരുമാനമാണുള്ളത്? ഇത് കഴിഞ്ഞില്ല. നഷ്ടത്തിലാവുന്ന മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും വഴി ഇവർ ഇതിൻ്റെ അസറ്റ് കാണിച്ചിട്ട് കടമെടുത്തു. ഇതിന് നഷ്ടത്തിലാണ്. എന്തുകൊണ്ടാണ് കടം കിട്ടുന്നത്? സ്റ്റേറ്റിൻ്റെ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ കടം കിട്ടും. ഞാൻ പോയ കിട്ടൂല. ഇല്ല. അപ്പം ഈ കടം മുഴുവൻ വാങ്ങിക്കൂട്ടിയതാണ് ഇപ്പോൾ ഇവർ പിടിച്ചിരിക്കുന്നതും ഇപ്പോൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതും. ഞാൻ ഇടയ്ക്ക് ഒരു ലേഖനം ഇവിടെ വായിച്ചിരുന്നു. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ രസകരമായി തോന്നി. കാരണം അതിൽ പറയുന്നത് കേരളത്തിൻ്റെ ആദ്യ ധനകാര്യമന്ത്രി അച്യുതമേനോൻ 57 അദ്ദേഹം പിൽക്കാലത്ത് മുഖ്യമന്ത്രിയായി. കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടു അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നെ ആർ ശങ്കർ, അത് കഴിഞ്ഞ അടുത്ത മന്ത്രിസഭയിൽ അദ്ദേഹം ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും ആദ്യം ധനകാര്യമന്ത്രിയായിരുന്നു. അത് അദ്ദേഹം മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ അറിയാമായിരുന്നു. ഉമ്മൻചാണ്ടി 91 ധനകാര്യമന്ത്രിയായിരുന്നു, പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയായി. ഈ ധനകാര്യമന്ത്രിമാരായിരുന്നൊരു മുഖ്യമന്ത്രി ആകുമ്പോൾ ഈ ധനകാര്യ കാര്യങ്ങളിൽ കുറച്ച് നിയന്ത്രണവും ധാരണയും ബോധവും ഒക്കെ അവർക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് കൃത്യമായി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ്. ഇവരൊക്കെ ഉദാഹരണം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു. VS-ന്റെ കാലത്ത് അല്ലെങ്കിലും അതെ, VS തോമസ് ഐസക് ആയിരുന്നു. പക്ഷേ VS-ന് കൺട്രോൾ ഉണ്ടായിരുന്നു. തോമസ് ഐസക്കിന്റെ തോന്നിയാസ അയാൾ സമ്മതിക്കത്തില്ലായിരുന്നു. VS അല്ലേ ആൾ നല്ല പിടിക്കുമല്ലേ. അപ്പോൾ ഇപ്പം സംഭവിക്കാൻ പോകുന്നത്, ഇനി നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ കരുതുന്നതിനേക്കാൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ മാസം ശമ്പളം മുടങ്ങും. വരാൻ ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നു. പെൻഷൻ മുടങ്ങും.
ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം മുടങ്ങും. കാരണം ഇത് അവസാനത്തോടു കൂടി കടം കിട്ടും. പക്ഷേ ഈ കടം എടുക്കുന്നതെല്ലാം ഒരു 6 മാസത്തിന് മുമ്പ് അങ്ങ് തീർന്നു പോകും. ആണല്ലോ കിട്ടിയോടെ. അല്ല, കാരണം എന്താ വെച്ചാൽ കാരണം അത്രേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെല്ലാം കുറവ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കടമെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ വർഷം മുമ്പോട്ട് പോകുമ്പോൾ, അതായത് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങും, പെൻഷൻ മുടങ്ങും, വികസന പദ്ധതികളെല്ലാം മുടങ്ങും, പഞ്ചായത്തിൻ്റെ ഫണ്ട് മുടങ്ങും, യൂണിവേഴ്സിറ്റികളുടെ ശമ്പളം വരെ ആശുപത്രി മരുന്ന് വാങ്ങുന്നവരെ ബാധിക്കാം. ഇല്ല, സപ്ലൈകോയിലില്ല, ആശുപത്രിയില്ല, ഒരു സമസ്ത മേഖലയിലും കാശില്ലാതാവും എന്ന് കേന്ദ്രത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ഇനി ഇതും കൊണ്ട് കോടതി പോകാൻ പറ്റത്തില്ല. കാരണം ഈ വിഷയം കോടതി സീരിയസ് ആയിട്ട് എടുത്ത് സുപ്രീം കോടതി ഭരണഘടന ബെഞ്ചിനങ്ങ് വിട്ടു, അവർ നോക്കട്ടെ എന്ന് പറഞ്ഞു ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ഇടക്കാല ഉത്തരവില്ല. ഈ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിഷയമാണ്. അതായത് 293 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 293, ഈ ആർട്ടിക്കിൾ 293 ഈ കടം എടുക്കാനുള്ള പരിധിയായി സംസ്ഥാന സർക്കാരിൻ്റെ അവകാശങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്, പരിധി അടക്കമുള്ളവ. അപ്പോൾ ഈ പരിധിയെ ചോദ്യം ചെയ്താണ് ഇവർ കാശ് മേടിക്കാമെന്ന് കരുതിയിരുന്നത്. ഈ സുപ്രീം കോടതി തോന്നി ഇതേ ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അവിടെ നമുക്കൊരു കാര്യം ഭരണഘടനാ വിദഗ്ധന്മാർ തന്നെ തീരുമാനിക്കണമെന്ന് വെച്ചു. അപ്പോൾ സുപ്രീം കോടതി ഇവിടെ കേന്ദ്ര സർക്കാരിന് ഇടപെടാം, നിയമവിദഗ്ധർക്ക് ഇടപെടാം, വലിയ വാദപ്രതിവാദങ്ങളിലേക്ക് പോകും. ഭരണഘടന മാത്രമായിരിക്കും അതിൻ്റെ മാനദണ്ഡം, ഒരു സ്റ്റേറ്റിൻ്റെ ആവശ്യമല്ല. അപ്പം കേന്ദ്രം പറയാൻ പോകുന്ന കാര്യം RBIക്ക് ഇതിനകത്ത് കക്ഷി ചേരാം. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ എന്തിനാണ് കട നിയന്ത്രണം? അതായത് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ തോമസ് ഐസക്കുമാരുണ്ടാവും. ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും തോമസ് ഐസക്കിനെ പോലുള്ള കള്ളന്മാർ എന്താ പറഞ്ഞിരിക്കുന്നത്, കള്ളത്തരത്തിൽ കടം വാങ്ങുകയാണ്. അപ്പം ഇതിന് സംബന്ധിച്ചുള്ള എല്ലാ ആശയക്കുഴപ്പവും ഈ വിധി തീരും. അതായത് ഇപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, കടമെടുപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബോഡി കോർപ്പറേറ്റീവ് എടുക്കുന്ന ഉൾപ്പെടുത്തുമോ, മറ്റ് കടങ്ങൾ കിഫ്ബിയുടെ കട ഉൾപ്പെടുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ്. ഇതിനെല്ലാം ഉത്തരവാകും പെടും എന്നാണ്. കോടതിക്ക് തിരിച്ചൊരു മറുപടി പറയാൻ പറ്റില്ല. കാരണം ഒരു സ്റ്റേറ്റ് പരിധിക്കപ്പുറത്തേക്ക് കടമെടുത്താൽ ആ സ്റ്റേറ്റിന് തിരിച്ചടയ്ക്കാൻ കഴിയില്ലെങ്കിൽ എടുക്കുന്ന എവിടെ നിന്നാണ്? ലോകബാങ്കിൽ നിന്നും IMF നിന്നൊക്കെയാണ്. അതെ, ഇത് തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് അടയ്ക്കേണ്ട ബാധ്യത ആരുടെയാണ്? കേന്ദ്ര സർക്കാരിൻ്റെ, രാജ്യത്തിൻ്റെ തന്നെ ബെയിൽ ഔട്ട് ചെയ്യേണ്ടി വരും. അതെ, നമ്മുടെ കുടുങ്ങുന്നില്ല, ഇന്ത്യ കുടുങ്ങില്ലേ? ഇന്ത്യ കുടുങ്ങും. ഇന്ത്യ ശ്രീലങ്കയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് എവിടെയാണോ കൈവിട്ടു പോകുന്നത് അവിടെ ഇടപെട്ട് അത് ബെയിൽ ഔട്ട് ചെയ്യുന്ന ഗതികൾ ഒഴിവാക്കാൻ വേണ്ടി നിയന്ത്രണം ഏർപ്പെടുത്തി. നമ്മൾ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും അവിടെ സർക്കാർ എത്ര ഭംഗിയായ സാമ്പത്തിക കാര്യങ്ങൾ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. ആം ആദ്മി അധികാരത്തെത്തിയ സർക്കാർ നോക്കും. അതെ, ഡൽഹി സർക്കാർ, പഞ്ചാബ്, ഈ രാജ്യത്ത് ഏറ്റവും അധികം കടം കേരളത്തിനായിരുന്നില്ല, പഞ്ചാബിനായിരുന്നു. ഈ പഞ്ചാബിൻ്റെ കടബാധ്യതകൾ ആം ആദ്മി 2 വർഷം കൊണ്ട് ഗണ്യമായിട്ട് കുറച്ചു. ഡൽഹി സർക്കാർ ലാഭം ഉണ്ടാക്കാൻ തുടങ്ങി. അതെങ്ങനെയാണ്? ചെലവ്. ഞാൻ ഈ 2020 പോയി കണ്ടതാണ്. ഇത് ആം ആദ്മിയുടെ അതേ മോഡലാണ്. അതായത് ഇപ്പോൾ റോഡ് പണിയുന്നു. നമുക്ക് റോഡ് പണിയാനായിട്ട് ഒരു റോഡിന് 100 കോടി രൂപയാണ് ഒരു വർഷം ബജറ്റിലുള്ളതെന്ന് കരുതുക. അപ്പോൾ നമ്മൾ 10 വർഷം കൊണ്ട് 1000 കോടി രൂപ ബജറ്റിൽ തീരും. ഇവരെന്ത് ചെയ്യും? 10 കൊല്ലം ആയുസ്സുള്ള റോഡ് പണിയും. അപ്പോൾ ഈ 100 കോടിയിൽ ഈ 10 കൊല്ലം ആയുസ്സിന് പിന്നെ 900 കോടി ലാഭമാണ്. കാരണം ഇത് പിന്നെ മെയിൻ്റനൻസ് ഇല്ല. വളരെ സിമ്പിൾ. മര്യാദ ചെയ്താൽ മതിയല്ലോ. ഈ 2020 നിങ്ങൾ ചെല്ലണം. ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ 2020 കയറി ചെന്നാൽ ആദ്യം നമ്മളെ സ്വീകരിക്കുന്നത് അവിടുത്തെ ഈ പഞ്ചായത്ത് മെമ്പറാണ് 3 പേര് അവിടെ റിസപ്ഷനിസ്റ്റ് പോലെ ഇരിപ്പുണ്ടാവും. എന്താ സാറെന്ന് ചോദിക്കുന്നു. എനിക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം. ഇതാണല്ലോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അവർ നമ്മുടെ ഇരിക്കുന്ന രേഖയെല്ലാം മേടിക്കും. പറയുന്നുണ്ട്, പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, എന്ത് വേണം, ഈ രേഖയെല്ലാം മേടിച്ചിട്ട് അവിടെ പോയി ഇരിക്കാൻ പറയും. അപ്പം ചായ കൊണ്ടുതരും. അങ്ങനെയുണ്ട്. ചായ, കടിയും തരും. ഇനി ഉച്ചയ്ക്കാണ് വരുന്നതെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാതെ വരുന്നെങ്കിൽ ഭക്ഷണം തരും ഉച്ചയ്ക്ക് കഴിക്കാൻ. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥരുടെ പണിയാണ് ഇത്. ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പറുടെ പണിയാണ് ഇതെന്ത് ചെയ്യണം, ഈ ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോയി സാധനം ശരിയാക്കി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. ഇനി ഏതെങ്കിലും രേഖ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ന് തരാത്തതുകൊണ്ടോ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ ഇവർ വീണ്ടും വരണ്ട. ഈ പഞ്ചായത്ത് മെമ്പർ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കണം. അതൊരു അത്ഭുതമാണല്ലേ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഇവർ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അതുകൊണ്ട് ഒരിക്കലും അവർ ഈ പഞ്ചായത്തിലോ ഒരു സേവനം കിട്ടിയവർക്ക് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പണിയായിരിക്കാൻ പറ്റും. ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി പോയി കണ്ടു, അല്ലെങ്കിൽ താടിക്ക് കൈ വെച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു മുടയാൻ പറ്റത്തില്ലല്ലോ, ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കണമല്ലോ. സാധാരണ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ചില പാവങ്ങളാണ് ഇവർ ഓടിക്കാറുള്ള ഒരു രക്ഷയില്ല. അപ്പം ഇത്തരത്തിൽ ഭരണപരിഷ്കാരങ്ങളുണ്ടായ ലാഭം ഉണ്ടാവും. അപ്പം ഇവരൊരു ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഈ പണി മുഴുവൻ കാട്ടിക്കൂട്ടുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കേരളം കടക്കണിയിലങ്ങ് മുങ്ങാൻ പോവാണ്. അതായത് കടം നിയന്ത്രിക്കുന്നു.
കാരണം കട ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ എവിടെ വരുമാനം എവിടെ? ഞാൻ പറഞ്ഞ കിറ്റക് സാബു 3000 കോടി രൂപ നിക്ഷേപിക്കാൻ ശ്രമിച്ചു, പറ്റത്തില്ല, വേണ്ടെന്ന് പറഞ്ഞു. അവിടെ 50,000 പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന് മാത്രമല്ല അവിടെ അവർക്ക് നികുതി കിട്ടും. ഞാൻ പറഞ്ഞേ, ഇപ്പം നമുക്ക് ടെക്നോ പാർക്ക് പോലുള്ള കമ്പനികൾ ഉള്ളത് കൊണ്ട് കുറച്ച് വരുമാനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കഴക്കൂട്ടം കോർപ്പറേഷന് കീഴല്ലെന്ന് തോന്നുന്നല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ആണോ? അതുകൊണ്ടായിരിക്കും കോർപ്പറേഷൻ വരുമാനമുള്ളത്. ഒരു മഹാരാഷ്ട്ര സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ വരുമാനം മഹാരാഷ്ട്ര മുംബൈ കോർപ്പറേഷൻ. കാരണം എല്ലാ കമ്പനികളുടെയും ഇതാണ്. അപ്പം ബാംഗ്ലൂർ സിറ്റി വലിയ കമ്പനി. അപ്പം നമുക്ക് അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ല. വളരെ പൊട്ടിക്കുകയും ചെയ്യും, ഉള്ളത് പൊട്ടിക്കുകയും ചെയ്യും. അപ്പോൾ എന്നാ പ്രശ്നം വെച്ചാൽ സർക്കാർ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പെൻഷൻ, കാരണം ഇതെല്ലാം ദൂരത്തെടുത്തിട്ട് പെൻഷൻ മുടങ്ങും, ശമ്പളം മുടങ്ങും, സമസ്ത മേഖലകളിലുമായി കേരളം നശിച്ചു പോകും. ഇവർക്ക് മുമ്പോട്ട് പോകാത്ത അവസ്ഥ. എൻ്റെ ഒരൊറ്റ സംശയം ഇതേ ഉള്ളൂ, ഇയാൾ ചിലപ്പം ഈ ചിക്കിൽ കിട്ടാത്ത പണിക്ക് ഇയാൾ ഇറങ്ങത്തില്ലല്ലോ. ഇയാളിതെല്ലാ പരിപാടി, ഇപ്പം എയർപോർട്ട്, എരുമേലിൽ ഒരു എയർപോർട്ട് ഉണ്ടാക്കുന്നത് ഏറ്റവും പുതിയ പദ്ധതിയാണ്. ഈ എരുമേലിൽ എയർപോർട്ട് ഞാൻ എരുമേലിക്കാരനാണ്. വ്യക്തിപരമായി ഇവർ പറയുന്നത് നടന്ന ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടെന്ന് ഞാനാണ്. തിരുവനന്തപുരത്ത് നിന്ന് എരുമേലിക്ക് ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ വേണ്ട, 20 മിനിറ്റ് ചെല്ലാം. എനിക്ക് ഇവിടുന്ന് അരമണിക്കൂർ വീട്ടിൽ ചെല്ലാം. എരുമേലി എയർപോർട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റ് പോയാൽ എനിക്ക് വീട്ടിൽ ചെല്ലാം. ഇവിടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിലേക്കും 10 മിനിറ്റ് പോയാൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഭയങ്കര ആഗ്രഹം. പക്ഷേ ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നോ ലാഭകരമാക്കാൻ പോകുന്നില്ലെന്നോ ജനം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, കണ്ണൂർ എയർപോർട്ട് ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ കണ്ണൂർ എയർപോർട്ട് ഞാൻ പലതവണ പോയിട്ടുണ്ട്. ഒന്നാമത്തെ എയർപോർട്ടാണ്, വലിയ റൺവേ. നമ്മുടെ കേരളത്തിലെ എനിക്ക് തോന്നുന്നത് കൊച്ചിയേക്കാൾ വലുതാണെന്ന് തോന്നി. ഇനി ആവട്ടെ, ഞാനേ പോലെ രണ്ടാമതാണ്. വലിയ റൺവേ, ഇഷ്ടംപോലെ സൗകര്യം, കുന്നിൻ്റെ മുകളിലാണ്. എന്ന് മാത്രമല്ല നമുക്ക് അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കണക്ഷനുണ്ട്. പക്ഷേ ആ എയർപോർട്ട് ഇതുവരെ ലാഭത്തിലാൻ പറ്റിയിട്ടില്ല. അവിടെ ആവശ്യത്തിന് വിമാനമില്ല, റദ്ദാകുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് സാധ്യതയുണ്ട്. മലബാറിലും ധാരാളം പേർ പ്രവാസി. അങ്ങനെ ഇരിക്കുമ്പം ഈ ഒരു സാധ്യതയും ഇല്ലാത്ത എരുമേലി കൊണ്ടുപോയി ഒരു എയർപോർട്ട് ഉണ്ടാക്കിയാൽ എന്താ ഗുണം? കാരണം നമുക്ക് കൊച്ചി എയർപോർട്ടുണ്ട്, തിരുവനന്തപുരത്ത് എയർപോർട്ടുണ്ട്. ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും എരുമേലി എയർപോർട്ടിലേക്ക് 2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ മതി. കൊച്ചി അല്പം കൂടെ സമയം എടുക്കും, അത്രേ ഉള്ളൂ. കൊച്ചിയിലേക്ക് അല്ല, ഞാൻ പറഞ്ഞു അവിടുന്ന് കൊച്ചിയിലേക്ക് അത്രേ ഉള്ളൂ. അപ്പം ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലക്ഷ്യം എന്താ? എയർപോർട്ടല്ല. ഈ എയർപോർട്ടിൻ്റെ പേരിൽ ഒരു 10-20,000 കോടിയുടെ ഇടപാട് നടക്കും, കച്ചവടം നടക്കും. ഈ സ്ഥലം ആദ്യം തന്നെ സ്ഥലക്കച്ചവടമാണ്. ഈ സ്ഥലം വാസ്തവത്തിൽ സർക്കാർ സൗജന്യമായി ഏറ്റെടുക്കേണ്ടതാണ്. ചെറുവിള എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, അതായത് മറ്റേ നമ്മുടെ യോഹനാൻ ആരോട് വാങ്ങിയതാണ്? ഹാരിസൺ മലയാളം പാട്ടത്തിന് സർക്കാർ കൊടുത്ത ഭൂമി. ആ പാട്ട കാലാവധി കഴിഞ്ഞിട്ട് അവർ കൃത്രിമമായി ആധാരങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ മറിച്ചു വരുന്നതാണ്. അപ്പോൾ ആ ഇടപാടുകളെ ദുരൂഹമാണ്. അത് റദ്ദാക്കേണ്ടി സർക്കാർ ഏറ്റെടുക്കേണ്ട. ഇവർക്ക് കാശ് കൊടുത്തിട്ട് എടുക്കാൻ പോവുക. അപ്പോൾ ഈ കച്ചവടത്തിൽ വലിയ ഡീലുണ്ടാവും, ഉറപ്പാണ്. അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു നിയമപരമല്ലാത്തൊരു കച്ചവടത്തിന് അവർ കൂട്ടുന്ന കോടിക്കണക്കിന് ഇടപെടുണ്ടാവും. പിന്നെ ഈ എയർപോർട്ട് നിർമ്മാണത്തിന് എത്ര കോടി ഉണ്ടാവും? അത് വേറെ. ഇവർക്ക് ആ കാശ് കിട്ടിയാൽ മാത്രം മതി. അതിനാണ് അവർ ധൃതി വെച്ച് കെയറയിലിന് രംഗത്തിറങ്ങിയത്. ഇവർക്ക് എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ആദ്യം ഘട്ടം കഴിഞ്ഞ് ഈ കാലയളവിൽ പരമാവധി കാശ് കിട്ടണം. ഏറ്റവും വലിയ പദ്ധതികൾ തേടി നടക്കുകയാണ് ഇവർ, റിസൾട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇവർ കമ്മീഷന് വേണ്ടി മാത്രം നടക്കുമ്പോൾ ഇനി ഇത് നടക്കാതെ വരും. കാരണം ഈ കടം കിട്ടിയിട്ടില്ലേ? ഞാൻ പിന്നെ കടം തരാൻ ആരെങ്കിലും വേണ്ട. എയർപോർട്ട് വേണേ കടം എടുക്കണം, ഇവർ കെയറയിൽ വേണേ കടം എടുക്കണം. ഈ കടം എടുക്കണമെങ്കിൽ ആരെങ്കിലും കൊടുക്കണം. അപ്പം കടമെടുക്കാൻ എൻ്റെ ഒരു സംശയം, ബലമായ സംശയം, ഈ 6 മാസം കഴിഞ്ഞ് ഈ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ കടമെടുക്കാനും കമ്മീഷൻ കൈപ്പറ്റാനും വരാതെ പിണറായി ഇട്ടിട്ട് പോകുന്ന ഓടി വിളിക്കുന്നു. കാരണം ഈ 5-6-7 വർഷം കട്ടും മുടിപ്പിച്ച് സുഖിച്ച് രാജാവിനെ പോലെ മൈക്കിനെ വരെ കേസെടുത്ത് ജീവിച്ച മനുഷ്യനെ അത് കിട്ടാതെ ഒരു എങ്ങനെ ജീവിക്കാൻ പറ്റും? എവിടെ നിന്ന് കിട്ടും? അത് പ്രസക്തമായ ചോദ്യമാണ്. ഈ നമ്മൾ ഈ കൈക്കൂലി വാങ്ങുന്നതും കമ്മീഷൻ കൈപ്പറ്റുന്നത് രണ്ടാണ്. അതെ, ഈ കൈക്കൂലി വാങ്ങുന്ന പഴയ കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് അല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അന്താരാഷ്ട്ര തലത്തിൽ കൊണ്ടുവന്ന് നടക്കുക. അപ്പം അതുകൊണ്ട് എൻ്റെ തോന്നൽ ഈ കേരളം മുങ്ങിച്ചാകാൻ പോവാണ്. ഈ മുങ്ങിച്ചാകുമ്പോൾ സ്വാഭാവികമായും ഇവർ പിണറായി അതിനു മുമ്പേ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. മുങ്ങുന്ന കപ്പലിൽ ചാടുക, ആദ്യം ക്യാപ്റ്റൻ ആയിരിക്കും, ആദ്യം ക്യാപ്റ്റൻ ആവാനുള്ള സാധ്യത വല്ലാത്ത. കാരണം അത്ര വലിയ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തിരിച്ചടി ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടതോടുകൂടി ഭരണഘടനാ ബെഞ്ച് ഇത് കൈകാര്യം ചെയ്ത് കംപ്ലീറ്റ് സ്റ്റേറ്റുകളുടെയും ഇപ്പം ഞാൻ പറഞ്ഞത് വലിയ ചർച്ചയാവും തീർച്ചയായും. അപ്പോൾ ഇവർ ഏതെല്ലാം വളഞ്ഞ വഴിയിലൂടെ കാശുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള വലിയ വിവാദമായി മാറും. അപ്പം വല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് ഇത് കാണുന്ന ഈ കാഴ്ച പറയുന്നത്? അല്ലെ, നമ്മൾ ശ്രീലങ്ക പോലെ ആവുമെന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഭയം. അവിടെ ഇതാണ് സംഭവിച്ചത്. ദൂർത്തടിച്ച് അവിടെ എയർപോർട്ട് ഉണ്ടാക്കിയല്ലോ, മനുഷ്യവാസമില്ലാത്ത സ്ഥലത്ത് എയർപോർട്ട് ഉണ്ടാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ. അതുപോലെ എല്ലാം ചൈനയിൽ നിന്ന് കടം വാങ്ങി, ചൈന കൊടുത്തോണ്ടിരുന്നു. ഒരു പരിധി കഴിയുമ്പോൾ ചൈന പിടിമുറക്കും.
ഇവിടെ അതുപോലെ ആവും എന്തായാലും. ഇതാണ് പോകെങ്കിൽ. തട്ടിപ്പുകാരുടെ എല്ലാ കാലത്തെയും പ്രത്യേകത എന്ന് പറയുന്നത് അവർ വലിയ പ്രോജക്റ്റുകളുടെ പിന്നാലെ പോകും. അവർക്ക് വലിയ ഇപ്പം ഇങ്ങനെ ഇവർക്ക് കാശുണ്ടാക്കാൻ പറ്റുന്ന പദ്ധതി ദേശീയപാതയായിരുന്നു. പക്ഷെ അത് മുഴുവൻ കേന്ദ്രത്തിൻ്റെ കയ്യിലായിപ്പോയി. മൊത്തമായി ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്ഥലം ഏറ്റെടുത്തിട്ട് അതിന് വീതം കൊടുക്കാനേ പറ്റത്തില്ല. അപ്പം തള്ളാൻ മാത്രമേ പറ്റൂ. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് ഈ ഇതിൽ പോയി വിട്ടു. അവിശ്വസനീയമാണ്. നമ്മുടെ ഈ മുക്കോല കാരോട് വഴിയില്ലേ, ബൈപ്പാസ് കഴക്കൂട്ടം ബൈപ്പാസ് കാരോട്, ഞൊടി അരമണിക്കൂർ പോലും വേണ്ട നമ്മൾ കാരോടിയില്ലും. അതെ. അതായത് പണ്ട് ഇവിടുന്ന് ബാലരാമൂര് 1 മണിക്കൂർ കടന്ന് പിന്നെ നെയ്യാറ്റിൻകര ചെന്ന് അവിടുന്ന് പാറശാല കീറശാല എല്ലാം നമ്മളങ്ങെത്തിണ്ട്. ഇത് ഞൊടിയിടയിൽ നമ്മൾ എവിടെ ചെല്ലുന്നറിയാവോ? കളിക്കാവിളെ അപ്പുറം ചെല്ലും. അതിർത്തി എവിടാന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഞങ്ങൾക്കൊരു സന്തോഷമുള്ള കാര്യം, കാരണം ഞങ്ങളുടെയൊക്കെ ഒരുപാട് ബന്ധുക്കളുള്ള കന്യാകുമാരി ജില്ലയിലാണ്. ഞങ്ങൾ സ്ഥിരം അവിടെ പോകേണ്ടി വരും. മാസത്തിൽ വരുവാണേ. പക്ഷെ നമുക്ക് എത്ര എളുപ്പമാണ്, ഇതിലേക്ക് പോയാൽ മതി. ഈ ബൈപ്പാസ് സാധാരണ. അപ്പം ഇതിന് കമ്മീഷൻ മുഴുവൻ കേന്ദ്രത്തിനാണ്, ഇവർക്കല്ല. അപ്പം അതുകൊണ്ട് ഇവർ എയർപോർട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ എരുമേലി എയർപോർട്ട് ഉണ്ടാക്കുമോ? ഈ സമയത്ത് ഒരു IT പാർക്ക് ഉണ്ടാക്കിയാലോ? അതെ, ബേസിക് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കിയിട്ട് IT പാർക്ക് ഉണ്ടാക്കിയപ്പോൾ വല്ലാത്ത അവസ്ഥയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നില്ല പിണറായി ഈ 5 കൊല്ലം തികയ്ക്കുമെന്ന്. കാരണം തികയ്ക്കാൻ കാശില്ല. ശമ്പളം മുടങ്ങുന്നതോടെ ഉണ്ടല്ലോ. പെൻഷൻകാരെ പേടിക്കേണ്ട, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഫയൽ ഒന്ന് അല്പം പുറകോട്ട് വലിച്ചെത്തുകയും എന്ന് മാത്രമല്ല, ഇവർക്കൊക്കെ ഭയമുള്ളൊരു കാര്യമുണ്ട്. എന്നെ പൂട്ടാൻ ശ്രമിക്കുന്നത്, മറുനാടനെ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അസ്വസ്ഥരായാൽ അവർ ഈ ഊടിൻ്റെ ഫയൽ മുഴുവൻ ചോർത്തിത്തരും. ഈ ചോർത്തിത്തരാൻ അവർക്ക് വിശ്വാസമുള്ള ഒരാൾ ഞാനാണ്, മറുനാടൻ, നമ്മളാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഇപ്പം എനിക്ക് പല ഇൻഫർമേഷനും തരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആരാന്ന് എനിക്കറിയത്തില്ല. എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പ്രത്യേക തരത്തിൽ സംവിധാനം ഉണ്ടാക്കിയിട്ട് എനിക്കൊരു രേഖ മതി. ഞാൻ ഈ രേഖ മറ്റൊരിടത്ത് റീകൺഫേം ചെയ്യും. ഒരു കാരണവശാലും എൻ്റെ ഫോൺ പോലീസ് പിടിച്ചുകൊണ്ട് പോയാലും ഇവരാരും പിടിക്കപ്പെടാതിരിക്കാനുള്ള സംവിധാനം ചെയ്താൽ ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ അസ്വസ്ഥമായാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടേഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടെങ്കിൽ അവൻ നമുക്ക് ഇൻഫർമേഷൻ. ഇപ്പോൾ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പം പറയാൻ പറ്റാറുണ്ട്. ഇപ്പോൾ പോലും ഇപ്പോൾ ആളുകൾ പ്രഭാവറമേ തെറ്റിദ്ധരിക്കും. പാവപ്പെട്ട മനുഷ്യനെ അതിലൊന്നും പെടുന്ന ആളല്ല. അല്ലാതെ തന്നെ നമുക്ക് ആൾക്കാരുണ്ട് ഇവരാരും. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ സകല സർക്കാർ സംവിധാനങ്ങളും മറുനാടനിലേക്ക് വാർത്ത തരുന്ന കാലം വരും. CPM-കാരായിരിക്കും ഇതുവരെ ഇവർക്ക് കുട പിടിച്ചവരെ. ഞാൻ പറഞ്ഞത് ഡൽഹി കേരള ഹൗസിൽ പിണറായി വിജയൻ രഹസ്യമായി നിയമനം നടത്തിയത് ഞാൻ എങ്ങനെ അറിഞ്ഞത്? എനിക്കെങ്ങനെ ആ ഓർഡറിൻ്റെ കോപ്പി കിട്ടിയത്? അതുകൊണ്ടാണ് ഇവർ എന്നെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത്. അവർക്കറിയാം എന്നെ പിടിച്ചകത്തിട്ട ഈ സർക്കാരിൻ്റെ ഈ കൊള്ളയാരും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇവരൊരു തീരാ കയത്തിലേക്ക് ചാടിയിരിക്കുവാണ്. വല്ലാത്ത ഒരു ആഴക്കടലിലാണ് വീണിരിക്കുന്നത്. ഈ ആഴക്കടലിൽ മുങ്ങുന്നത് കേരളമാണ്. ഇവർ ഇതിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള സാധ്യത. എന്തായാലും കേരളം സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതി ഈ സർക്കാരിൻ്റെ ആവശ്യം ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. വലിയൊരു ഉത്തരവ് തന്നെയാണത്. വലിയ ഉത്തരവാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ സർക്കാരിനും ഭരണം പൂർത്തിയാക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥ തുടങ്ങിയ സാഹചര്യങ്ങളിലേക്ക് ഏറെ വൈകാതെ ഒരുപക്ഷെ 6-7 മാസത്തിന് ശേഷം കേരളം പോയാൽ കേരളത്തിൽ വിലക്കയറ്റം, പണപ്പെരുപ്പം ഒക്കെ ഒരു വലിയ സംഭവമായി മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും കേരളം നടുക്കടലിൽ തന്നെയാണ്. രക്ഷപ്പെടുത്താൻ ഒരു രക്ഷകൻ വരും എന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം.